കാറ്റ് പോയില്ലെങ്കിൽ അബദ്ധാട്ടോ. ഹയ്യ അല സ്വലാ എന്ന് കാറ്റ് പോയാൽ വലിയ അപകടമല്ല. കാറ്റ് പോക്കില്ലെങ്കിൽ പോക്കാതിരിക്ക. അബൂ ഹുറൈറ പറയുമ്പോ മിക്കവാറും കാറ്റ് വിടൂല. അപ്പൊ ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞ് നിർത്തിയാൽ എന്താ സംഭവം എന്നറിയാം? തീയിൽ ചാടാൻ ഓടി വരീനടാന്ന് അപ്പർത്ഥം. കാറ്റ് പോകട്ടെ, തീയിൽ ചാടാൻ ഓടി വരീനടാ. എന്റെ ശരിക്കുള്ള അർത്ഥ സലാ എന്ന് പറഞ്ഞാൽ തീയെന്ന്, കഠിന തീ. സലാ കാറ്റ് പോയെങ്കിലേ നിസ്കാരാവുള്ളൂ. അപ്പോ സലാ എന്ന് കാറ്റ് പോവാതെ നിർത്തി പറഞ്ഞാൽ തീയിൽ ചാടാൻ വരിയടാ വരിയടാ. എന്താ ആ ജാതി അവിടെ ഉണ്ടാക്കിയിട്ട് നിൽക്കാനോ? ഇവിടെ തയ്യബാത്തും മസീഹുദ്ദജാലും ഒക്കെ കൂടിയുള്ള നിൽക്കാനാണ് വരിയടാ വരിയടാ തീയിൽ ചാടാന്നാ വിളിച്ചു പറഞ്ഞത്. കളിയാക്ക. ജൂതന്മാരുടെ ഒറിജിനൽ സ്വഭാവം ദ്വയാർത്ഥത്തോടുകൂടി മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പരിപാടി അവർക്കുണ്ട്. ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കാം, എന്നിട്ട് അതിലുള്ള ദോഷാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് മുസ്ലിങ്ങളെ വിഡ്ഢികളും കഴുതകളും ആക്കാം. ഇതാവരെ പണി. ഹയ്യ അലസ്സല. ഹയ്യ ഇലസ്സല എന്ന് പറഞ്ഞാൽ കുറെ ഭേദമായിരുന്നു. അതിനാണ് അലസ്സല എന്നാക്കിയത്. ഇതിന്റെ മേലെ ചാടാൻ വാതായി. ഇതിന്റെ മേലുള്ള ചേട്ടാ ഉള്ളി കൂടി ചാടൂലല്ലോ. അപ്പൊ ഇരിക്കട്ടെ, കാറ്റ് കാറ്റ് പിന്നെ വിടായില്ല, കാറ്റ് നിർത്തുന്നില്ല എന്ന് പറയാം. ഹയ്യ അലസ്സല എന്ന് തന്നെ പറഞ്ഞാൽ നിസ്കരിക്കാൻ വരും. എന്നാലും വരിയടാന്ന് പറയണ്ട. താലലിസ്സലാ താലലിസ്സലാ എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വല്ല വിഷമമുണ്ടോ? പക്ഷെ അപ്പൊ ഖുർആൻ പറഞ്ഞ മതിയോ? ഖുർആൻ പറഞ്ഞ മാതിരി എന്തായാലും വരാൻ പാടില്ല. ഒക്കെ ജൂതന്മാരുടെ കിതാബിലുള്ളത് അല്ലെങ്കിൽ യമൻ ഭാഷയിലുള്ളത് വരണം. എന്നിട്ട് പിന്നെ മുമ്പ് പറഞ്ഞെന്താണെന്നറിയോ? ഹയ്യ അലൽ ഫലാഹ്. എല്ലാവരും വിജയത്തിലേക്ക് വരുക. എന്താ വിജയം? എന്താ അവിടെ വിജയം? നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്നാ മുമ്പ് പറഞ്ഞത്. നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്ന് വിളിച്ചു പറയാം. അബൂ ഹുറൈറന്റെ ആൾക്കാരൊക്കെ 5 നേരം വിളിച്ചു പറയാണ്, നിസ്കരിച്ചാൽ വിജയമുണ്ട്, നിസ്കരിച്ചാൽ വിജയമുണ്ട്, വന്നോളി വന്നോളി എന്നാ പറയണത്. നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലുണ്ടോ? ഒരായത്ത്. നിസ്കാരക്കാർക്ക് വിജയമുണ്ടെന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. ഞാൻ എഴുതി വെച്ച ഒരു പ്രസ്താവന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. കേവല നമസ്കാരക്കാരൻ സാലിഹാണെന്നോ മുത്തഖിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. ശ്രദ്ധിക്കണം. കേവല നമസ്കാരം, അതായത് ജോറായിട്ട് നിസ്കരിക്കും, 5 നേരം നിസ്കരിക്കും. നല്ല നിസ്കാരം തന്നെ വെക്കുക, മസീഹത്തൊന്നുമില്ല, നല്ല നിസ്കാരം തന്നെയാണെന്ന് വെക്കുക. എന്നാൽ തന്നെ മറ്റുള്ള സക്കാത്തും ബാധ്യതകളൊന്നുമില്ല. നിസ്കരിക്കാനായിട്ട് ജോറായിട്ട് നിസ്കരിക്കും, 5 നേരം കളവാക്കാതെ. എന്നാൽ അങ്ങനത്തെ വെറും നമസ്കാരക്കാരന് സാലിഹാണെന്നോ മുത്തഖിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. സക്കാത്ത് കൊടുക്കുന്നവൻ സാലിഹാണെന്നും മുത്തഖിയാണെന്നും പുണ്യവാനാണെന്നും പരിശുദ്ധനാണെന്നും പാപം പൊറുക്കപ്പെട്ടവനാണെന്നും വിജയിച്ചവനാണെന്നും ഒക്കെ ഖുർആനിൽ ധാരാളമുണ്ട് താനും. കേവല നമസ്കാരം ഒരു സൽക്കർമ്മമോ പുണ്യകർമ്മമോ അല്ലെന്ന് വിശുദ്ധ ഖുർആൻ 48:29 അത് ശരിക്കും ഇരുന്നാണ്ട് പഠിച്ചാൽ വെറും നിസ്കരിച്ചുകൊണ്ട് യാതൊരു പുണ്യമില്ലാന്ന് മനസ്സിലാവും. അപ്പൊ വേറെ സക്കാത്ത് കൊടുക്കാനൊന്നും കയ്യിലില്ലെങ്കിൽ വേണ്ട, ശ്രമിക്കണം. വെറുതെ തവക്കലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റൂല. ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലി നാട്ടിലുണ്ടെങ്കിൽ പോയി ജോലി ചെയ്യണം. എന്നിട്ട് കുട്ടികൾക്ക് എന്നാ കൊടുക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഞാൻ നിസ്കരിച്ച് തവക്കലാക്കിയിരിക്കുകയാണ്, ഞാൻ ആർക്കൊന്നും ചെയ്യാനും പോണില്ല, ആരൊന്നും ദ്രോഹിക്കാനും പോണില്ല, എന്റെ അടുത്ത് പൈസയില്ല, സക്കാത്ത് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊന്നുമില്ല, ഞാൻ ഇവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ വിടൂല. അവന് അള്ളാഹ് വിടൂല. എടാ, എന്നെ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് വിളിച്ചിറക്കിയതല്ല, നിന്റെ ബാധ്യതകളാണ് ആദ്യം നോക്കേണ്ടത്. അതിലേക്കുള്ളൊരു മാർഗമാണ് നിസ്കാരം. ഇത് മുടക്കിയിട്ട് ഇതിൽ നിന്നിട്ട് അത് മുടക്കാൻ പാടില്ല. അഥവാ ഇത് മുടങ്ങിപ്പോയിരുന്നാലും ഇതിന്റെ പേര് ശിക്ഷയില്ല. പക്ഷെ കുടുംബം നോക്കിയില്ലെങ്കിൽ ശിക്ഷിക്കും. ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കല. ഇത് സക്കാത്ത് എന്ന് പറയുമ്പോ 1000 റുപ്യ 500 റുപ്യ സക്കാത്തുള്ളൂ, 100 രൂപ നെല്ലുള്ളവർക്ക് സക്കാത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. 10 റുപ്യ ഉണ്ടെങ്കിലും സക്കാത്തുണ്ട്. 10 റുപ്യ റേഷൻ വാങ്ങിയാൽ 2 റുപ്യയുടെ നമ്മൾ തിന്നാൽ 8 റുപ്യ കുടുംബത്തിന് തിന്നാൻ കൊടുത്തു, അത് സക്കാത്താ. അത് ആ 10 റുപ്യന്റെ സക്കാത്താ ഇപ്പൊ കൊടുത്തത്. പക്ഷെ കുടുംബം തിന്നു, അതെന്നെ മുന്തിയ സക്കാത്ത്. അത് കഴിച്ച് ബാക്കിന്റെ പിന്നെ പുറത്തു കൊടുക്കണ്ടുള്ളൂ. 10 റുപ്യ നിങ്ങൾ എന്താ ബാക്കി ഉണ്ടാവുക? ഉണ്ടാവും. അപ്പൊ ബാക്കിയുള്ളപ്പോ പുറത്തു കൊടുക്കുക, ബാക്കിയില്ലെങ്കിൽ അകത്ത് കൊടുക്കുക. ആർക്ക്? കുടുംബത്തിന്. അതും സക്കാത്താണ് എന്നാണല്ലോ പറഞ്ഞത്. ആ ചില്ലറ സക്കാത്തൊന്നുമല്ല, അതാണ് ഏറ്റവും മുന്തിയ സക്കാത്ത്. സ്വന്തം സാപ്പിടില്ല, കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കൂല. നടന്ന് ബിരിയാണിയും ചായയും പോരെങ്കിൽ കള്ളുമൊക്കെ കുടിച്ചിങ്ങനെ നടക്കും. കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും തിന്നാൻ കൊടുക്കൂല. അത് സക്കാത്തല്ല, അത് സക്കാത്താവൂല. ദൂർത്തടിക്കുന്നത് സക്കാത്തല്ല. ആവശ്യത്തിന് തിന്നിട്ട് ബാക്കി കുടുംബം നോക്കുന്നത് സക്കാത്ത. അപ്പോ ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂന്ന് ഈ മുക്രിമാരോട് ആര് പറഞ്ഞു? നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലാതിരിക്കെ നിസ്കരിച്ച വിജയുണ്ട് എന്ന് 5 നേരം നുണ വിളിച്ചു പറയാൻ ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിസ്കരിച്ച വിജയുണ്ടെന്ന് ഖുർആനിൽ എവിടെയുമില്ല. 160ഓളം സ്ഥലത്ത് വിജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണെന്നും പുണ്യകർമ്മങ്ങൾ ഇന്നതാണെന്നും ഒക്കെ 160ഓളം സ്ഥലത്ത് ഖുർആൻ എണ്ണി പറഞ്ഞിട്ട്
ഒരൊറ്റ സ്ഥലത്തും നമസ്കരിച്ചാൽ വിജയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വിജയല്ലേ? കൂട്ടി ഘടിപ്പിച്ചത് ഒറ്റാക്കിയിട്ടാ വർത്തമാനം പറയണത്. സക്കാത്ത് കൊടുത്തിട്ട് നിസ്കരിച്ചാൽ വിജയുണ്ട് എന്നാണ്. സംശയമില്ല. നിസ്കരിക്കാതെ സക്കാത്ത് കൊടുത്താൽ തന്നെ വിജയുണ്ടെന്ന് നമ്മളെ വാദം. മനസ്സിലായ? നിസ്കരിക്കാതെ ഒരുത്തൻ സക്കാത്ത് കൊടുത്താലും വിജയുണ്ട്. നിസ്കാരത്തിന്റെ കുറച്ചൊരു കുറ്റുണ്ട്, അത് അനുഭവിക്കേണ്ടിയിരുന്നുള്ളൂ. വിജയനാണുണ്ട് സക്കാത്ത് കൊടുത്താൽ. നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ പിന്നെ വിജയുണ്ടെന്ന് പറയാനുണ്ടോ? തോന്നലതാ. നിസ്കരിച്ചാലും സക്കാത്ത് കൂടി ഉണ്ടാകാൻ വിജയുണ്ട് എന്ന് അള്ള പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം അഥവാ നിസ്കാരം നഷ്ടപ്പെട്ടിട്ട് സക്കാത്ത് മാത്രം കൊടുക്കാനേ ഒരാൾക്ക് കഴിഞ്ഞുള്ളൂ, എന്നാലും വിജയുണ്ട് എന്നാ ഖുർആൻ കൊണ്ട് കിട്ടുന്നത്. സക്കാത്ത് കൊടുത്തോന്ന് വിജയുണ്ട് എന്ന് അവിടെ നിസ്കാരം ഉപാധിയാക്കി പറഞ്ഞിട്ടില്ല. നിസ്കാരം വേണം, അത് നിർബന്ധം, ഫർളൊന്നുമല്ല. നിസ്കരിച്ചില്ലാച്ചിട്ട് നരകത്തിലിടൂല. നിസ്കരിക്കാതെ കൊടുത്ത് സക്കാത്ത് കൊടുത്തു. നമ്മളെ പഠിക്കുക, നമ്മളുടെ ആൾക്കാരിലുള്ള സമ്പ്രദായമല്ലേ, ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? വെറുതെ നിസ്കരിക്കാൻ കഴിയില്ല, ഇടക്കൊക്കെ നിസ്കരിക്കും. അങ്ങനെ ഒഴിവിട്ടുമ്പോൾ നിൽക്കും. മടിയുണ്ട്, വേറൊന്നുമല്ല, മടിയുണ്ട്, ധിക്കാരം കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവൻ സാമൂഹ്യ സേവനം, രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ധാരാളം പ്രവർത്തിക്കും. നിസ്കാരമൊക്കെ അതിൻ്റെ ഇടയിൽ ഒത്തുകുടുംബക്കായി തോന്നുമ്പോ സെല്ലി എന്നൊക്കെ വലിയന്മാര് സാധാരണ കളിയാക്കലില്ല. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തോന്നുമ്പോ സെല്ലിക്കാർ നമ്മുടെ കൊടുത്തിട്ടുണ്ടാവും. തോന്നുമ്പോ അവസരം കിട്ടുമ്പോ കരിക്കും, അല്ലാത്തതൊന്നും കരിക്കൂല. അവരെ നരകത്തിലിടൂല്ലെന്ന് അറിയണ്ടേ? ഒരു വിഷയല്ലേ? അവരിപ്പോ കഴിയുന്നത്ര സാധുക്കളെ സേവിക്കുന്നുണ്ട്, പൈസ ചെലവാക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, സാമൂഹ്യ സേവനം, സമുദായോദ്ധാരണം. അവനെ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കുന്ന ആൾക്കാരുണ്ട്. നിസ്കാരത്തിന്റെ കാര്യം കുറച്ച് കടായിരിക്കും. അവൻ നരകത്തിലിടുവോ? അവിടേക്കൊന്നും മെനക്കേണ്ട. സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി, സമുദായോദ്ധാരണം നടത്താൻ വേണ്ടി, സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി അവനിന്റെ പൈസ ചെലവാക്കി വിചാരിച്ചിട്ട് അവനെ നരകത്തിലിടൂല. ആ കിതാബൊക്കെ കീറിക്കളയണം. നിസ്കാരേ മനുഷ്യനൊരു ചിട്ട പഠിപ്പിക്കാനുള്ളതാണ്. അതിന് നല്ലതാണ്, വേണ്ടതാണ്, നിർബന്ധമാണ്. അപ്പൊ നിർബന്ധം മാർഗത്തെ പോലെ ഇല്ല. നിർബന്ധം ഒഴിക്കുമ്പോഴേക്കാണ് നരകത്തിൽ ചാടില്ല. നിർബന്ധം ഫറളാണ്. നിർബന്ധം പോയിട്ട് ഫറളായ നരകത്തിൽ ചാടും. നിർബന്ധം ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ പോകൂല. അതൊക്കെ നിർബന്ധ. നിസ്കാരം നിർബന്ധ, നോമ്പ് നിർബന്ധ. അത് ഒഴിക്കുമ്പോഴേക്ക് നരകത്തിൽ ചാടൂല. നരകത്തിൽ ചാടണമെങ്കിൽ ഉണ്ട് കുറച്ച് പണി, കുറച്ച് കുരുത്തക്കൊക്കെ ചെയ്യണം. ഇവിടെ നിസ്കാരം വെച്ചാൽ പോരാ. സ്വർഗത്തിൽ കിടക്കുന്നതിനുണ്ട് കുറച്ച് പണി, പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു നിസ്കാരം നോമ്പ് വെച്ച് ചെന്നാലേ ആട്ടോടുന്ന് കിടക്കാൻ വയ്ക്കൂല. നമസ്കാരത്തിന്റെ പുറമെ, സക്കാത്തിന്റെ പുറമെ, ഹജ്ജിന്റെ പുറമെ സാമൂഹ്യ സേവനങ്ങൾ, അതുപോലെ സക്കാത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, നടന്നോ നിനക്ക് ഇരട്ടി ശിക്ഷയാണ്. സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാർക്ക് അടിയിലെ തട്ട് മുകളിലെടുക്കാൻ പാടില്ല, അടിയിലെ തട്ടിലേക്ക് പോകണം എന്നാ പറയാ ദബാനിയാക്കള്. മുകളിലിടാൻ പാടില്ല. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഇങ്ങനത്തെ കപടന്മാർ, സക്കാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്ന കപടന്മാർ, അവരെവിടെ പോണത്? നരകത്തിന്റെ അടിയിലെ തട്ടിൽ പോണെന്നാ. ചൂടധികാവാനേ. കാര്യം നമുക്ക് മനസ്സിലാവൂല. ഈ അടിയിലേക്ക് പോണതിന്റെ ഉദ്ദേശം നല്ല വേവാനാ. നിസ്കരിച്ച ആളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, ആളെയും പറ്റിക്കണ്ട, അള്ളാനെയും പറ്റിക്കണ്ട, രണ്ടും നടക്കൂല. നിസ്കാരം മര്യാദക്ക് നിസ്കരിച്ചാൽ മതി. ഇതിൽ അള്ളാഹ്ക്ക് വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല എന്ന് നമുക്കറിയില്ലേ? നിസ്കരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലോകത്തുള്ളവരൊക്കെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹ് വണ്ണം വെക്കുവോ? വണ്ണം വെക്കൂല. ഒരൊറ്റ മനുഷ്യനെ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ അന്തസ്സ് കുറച്ച് കുറയൂല്ല. ഇല്ലെങ്കിൽ നമ്മൾക്കുള്ള കാര്യം നോക്കണ്ടേ? നമ്മൾ നിസ്കരിച്ചപ്പോ എന്താ കിട്ടുന്നത്? നമ്മൾ നിസ്കരിച്ചുകൊണ്ട് വിശപ്പ് തീരൂല. ഇതൊക്കെ ഒരിത്തിരിച്ച് മനസ്സിലാക്കണം. കാര്യം തലയിലാണ് കയറട്ടെ. നമ്മൾ നിസ്കരിച്ച വിശപ്പ് തീരൂല. മരുന്ന് കഴിക്കേണ്ടതിന് പ്രതിവിധിയാവുമോ? മരുന്ന് കഴിക്കാൻ ഡോക്ടർ ശില്പ് വന്നിട്ടുണ്ട്. അതൊന്നും വാങ്ങി കഴിക്കാണ്ട് ഇരണ്ടരക്കകത്ത് നിസ്കരിച്ച രോഗം മാറുമോ? മാറൂല. മരുന്നിനെ വാങ്ങി കഴിക്കണം, വിശപ്പ് തീരൂല. പിന്നെ ആരോഗ്യം കൂടും? ഒന്നുമില്ല. പിന്നെ എന്തിനാ നിസ്കരിക്കണേ? നമ്മള് മനസ്സിന് ഒരു അനുസരണശീലം ഉണ്ടാക്കാനായി നിസ്കരിക്കണത്. അള്ളാഹു ഇനി കുറച്ച് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ തോന്നണം. അതിനാണ് മനസ്സിനൊരു അനുസരണശീലം, ഭക്തിയൊക്കെ ഉണ്ടാവില്ല. എല്ലാവർക്കും തഖ്വ, നിങ്ങൾക്ക് തഖ്വാ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. തഖ്വ എന്ന് പറഞ്ഞാലോ കുരുത്തക്കെട്ട് ചെയ്യാതിരിക്കല. അപ്പൊ നല്ല ബുദ്ധി തോന്നിക്കാനാണ് നിസ്കരിക്കുന്നത്, പ്രതിരോധം ഉണ്ടാക്കാൻ. അല്ലാതെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിലേക്കാണ്ട് പോവാന്ന് വിചാരിക്കണ്ട, നോമ്പ് നോറ്റിട്ട് സ്വർഗത്തിലേക്കാണ്ട് കയറാന്ന് വിചാരിക്കണ്ട. നോമ്പോറ്റവർക്ക് കണക്കില്ലാത്ത കൂലി കൊടുക്കാൻ അവിടെ കാത്തിരിക്കേണ്ടത്. നോണ പറഞ്ഞ് കിതാബേറ്റ് അള്ളാന്റെ അടുത്ത് ചെന്നാലേ ഒരു കൂലി കിട്ടൂല.